ലോകത്തെമ്പാടുമുള്ള ഫുട്ബോൾ കമ്പക്കാരുടെ പൊതുവായൊരു നേച്ചർ, അവരല്പം അഗ്രസീവ്. അതിന്റെ ഒരു നേച്ചർ തന്നെയാണ്, അതിന്റെ ഒരു പരിചയം തന്നെയാണ് മലപ്പുറത്തും കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടത്. പൊതുവെ ഫുട്ബോൾ കമ്പക്കാര് ഇത്തിരി ആവേശം കൂടുതൽ. അതുകൊണ്ട് തന്നെ മലപ്പുറത്തെ ജനങ്ങളുടെ ആവേശം, ആ ഫുട്ബോൾ ആവേശത്തെ ശരിയായ രീതിയിൽ ഫലിപ്പിച്ചുകൊണ്ട് പ്രതിഫലിപ്പിച്ചുകൊണ്ട് മലപ്പുറം ഫുട്ബോൾ ക്ലബ്ബ് എന്ന മഹാസങ്കല്പം, നമ്മുടെ ടീം ഈ ഫാൻസിന്റെയും അതുപോലെ തന്നെ അതിന്റെ സംഘാടകരൊക്കെ തന്നെ ബലം കൊണ്ട് വലിയ കാലതാമസമില്ലാതെ തന്നെ രാജ്യത്തെ പ്രമുഖ ടൂർണമെന്റുകളിൽ ഇടം പിടിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വലിയ ദൂരെയൊന്നും തന്നെ ഗോകുല എഫ്സി അടക്കമുള്ള ക്ലബ്ബുകളൊക്കെ എത്രമാത്രം പ്രയാസപ്പെട്ടാണ്. ഞാൻ അവരുടെ ടീം മാനേജ്മെന്റും ഒക്കെ വളരെ അടുപ്പമാണ്. അവരോടൊക്കെ സംസാരിക്കുമ്പോൾ പലപ്പോഴും ടീം പിരിച്ചു വിട്ടാലോ എന്ന് പോലും അവർ ചിന്തിച്ച കാരണമുണ്ട്. പിന്നീട് അവരിപ്പോ ഐ ലീഗ് നേടി. അതേപോലെ നമ്മുടെ മലപ്പുറം ഫുട്ബോൾ ക്ലബ്ബ് MFC ഇവിടെ ഭാവി ശോഭനമാവട്ടെ. ഈ എടുക്കുന്ന പ്രയാസങ്ങൾ, ഇത് ടീം വർക്ക് നിലയിലുള്ള കോർഡിനേഷൻ വേണം, സാമ്പത്തികം വേണം, അതിനപ്പുറമായി വലിയൊരു സമർപ്പണം വേണം. നമ്മുടെ ടീമിന്റെ MFCയുടെ അധികാരികൾ എടുക്കുന്ന ഈ സമർപ്പണം നമ്മുടെ മലപ്പുറത്തെ ഫുട്ബോളിനെ വലിയ ആകാശത്തിലേക്ക് പറക്കാൻ, ചിറകടിച്ച് പറന്നുയരാൻ സഹായിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ വേദിയിൽ കേരള പത്രപ്രവർത്തക യൂണിയന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട എനിക്ക് നൽകിയ ഈ അനുമോദനം അത് ഹൃദയത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവർക്കും പ്രതിസന്ധി വരുമ്പോൾ പ്രയാസങ്ങളുള്ളവരുടെ ഏരിയയിലേക്ക് കാരുണ്യത്തിന്റെ സ്പർശമായിട്ട് കടന്നു വരുന്നവരാണ് ഇതിലെ എല്ലാവരും തന്നെ. അപ്പൊ നമ്മുടെ ഒരു വികാരം ശരിക്കറിഞ്ഞ് മലപ്പുറത്തെ മനസ്സറിഞ്ഞ് നമുക്കൊപ്പം വന്നിരിക്കുകയാണ് അവരുടെ പിന്തുണയുമായിട്ട്. അപ്പൊ നമ്മളിത് പരമാവധി നമ്മളും പിന്തുണയ്ക്കുക, നമ്മളത് പരമാവധി മുതലാക്കുക, അതിന്റെ ഭാഗമാവുക. അങ്ങനെ എല്ലാവരും ചേരുമ്പോൾ നമുക്ക് നമ്മുടെ മലപ്പുറം ഫുട്ബോൾ ക്ലബിനെ ഒരുപാട് ഉയരങ്ങളിൽ എത്തിക്കാം. അതിന്റെ തുടക്കമാണ്, വിജയമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. മലപ്പുറത്തെ മാധ്യമ കൂട്ടായ്മയുടെ എല്ലാവിധ പിന്തുണയും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.